ശ്രീമൻ സർക്കാർ, ആചാര്യൻ വാദരായന്റെ കൊട്ടാരത്തിൽ യുവരാജാവിന്റെ പേര് സഖാറാം. അവരുടെ ക്രോധം ഉചിതമാണ്. നാനാറാവുവിനെ കുറിച്ച് എന്തെങ്കിലും വ്യക്തിപരമായ പരാമർശങ്ങൾ അവരുടെ കാതുകളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നാനാ സാഹിബിനോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. യുവർ മാജസ്റ്റി, നമ്മളിവിടെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ആരെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് നിങ്ങൾ? എവിടെയാണ് ആ പെൺകുട്ടി? ആര്? താങ്കളുടെ സെർവന്റ് മൊറാപ്പന്റിന്റെ മകളായ നോട്ടോറിയസ് ചൈൽഡ്. മാനോ ഭായ്, ഐ മീൻ മാനെ ഖാനെ ഖാ. മിസ്റ്റർ വിൽസൺ, അതിനെന്ത് തെറ്റാണ് എന്റെ കുട്ടി ചെയ്തത്? യുവർ മാജസ്റ്റി, അവൾ നിങ്ങൾക്ക് വളരെ ടമന്റസ് സിറ്റുവേഷൻ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവൾ നമ്മുടെ ഓഫീസേഴ്സിനോട് മിസ്ബിഹേവ് ചെയ്തു. പബ്ലിക്കിനെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി തിരിച്ചു വിട്ടിരിക്കുകയാണ്. നന്നായി മിസ്റ്റർ വിൽസൺ, നിങ്ങൾ എന്തായി പറയുന്നത്? ഇത്രയും വലിയ തെറ്റുകൾ എണ്ണി പറയുന്ന സമയത്ത് നിമിഷ നേരത്തേക്കെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കുറ്റം ആരോപിക്കുന്ന കുഞ്ഞിന്റെ വയസ്സ് എത്രയാണെന്ന്? യുവർ മാജസ്റ്റി, എന്റെ ഇത്ര ചെറിയ പെൺകുട്ടിക്ക് ബ്രിട്ടീഷുകാരെ നേരിടാനുള്ള ധൈര്യമുണ്ടാകും. കൂടാതെ അവൾ ആരോ ബോംബ്സ് ഉണ്ടാക്കി. അതിനുശേഷം അവൾ വഴിയിൽ തടഞ്ഞു നിർത്തി നമ്മുടെ പ്രിസണേഴ്സിനെ മോചിപ്പിക്കാൻ ശ്രമം നടത്തി. ഇറ്റ്സ് എ വെരി സീരിയസ് ക്രൈം. ഇല്ല, ആരോ നിങ്ങൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകിയിരിക്കുകയാണ്. നമ്മുടെ മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. യുവർ മാജസ്റ്റി, നമ്മുടെ ഓഫീസേഴ്സും ആരെങ്കിലും വെറുതെ അലിഗേഷൻസ് ഉണ്ടാക്കല്ല. പക്ഷെ നാം താങ്കളുടെ ആരോപണങ്ങൾ സ്വീകരിക്കുന്നില്ല. വെള്ളക്കാരോ? എന്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? ഈ മനു വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ദുഃഖം മാത്രമേ ഉള്ളൂ. എന്ത് ദുഃഖം തരുന്നു എന്നാ? അതിന് നമ്മുടെ മനു ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്കറിയില്ല അവൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന്. അഹങ്കാരം കാണിക്കുകയാണ്. ദുഷ്ടന്മാരായ വെള്ളക്കാരെ അവൾ അപമാനിക്കുന്നതിനോടൊപ്പം അവരുടെ മാനാഭിമാനത്തെ അവൾ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു. കളിയിൽ തോറ്റുപോയതിന് ഇപ്പൊ പിടിച്ചോണ്ടാ വന്നിരിക്ക. കളി പഠിപ്പിക്കും നമ്മുടെ മനു. മിണ്ടാതിരിക്കെ. എന്താ കളി ജയിക്കുന്നത് അപരാധമാണോ മുത്തശ്ശി? അതേ മോളെ, ആ ദുഷ്ട വെള്ളക്കാരുടെ ദൃഷ്ടിയിൽ അതെല്ലാം ഘോര അപരാധമാണ്. വരൂ സാഹുബായ്, നമുക്ക് ദർബാറിൽ പോയി നോക്കാം മനുവിന്റെ മേൽ എന്തൊക്കെ ആരോപണങ്ങളാണെന്ന്. വരൂ. വരൂ. No, Your Majesty. I am extremely sorry. 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾ മനുഭായൻ ഞങ്ങളെ ഏൽപ്പിച്ചുള്ളെങ്കിൽ നമ്മുടെ സോൾജേഴ്സ് കൊട്ടാരത്തിനകത്ത് കയറി അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്റെ ദൈവമേ, പ്രാചി, ഇത് നോക്കൂ, ഞാൻ മുത്തശ്ശന്റെ സേനയ്ക്ക് വേണ്ടി എന്താണ് ഉണ്ടാക്കിയത്? പോട്ടെ, വെള്ളക്കാർ ചേച്ചി പിടിക്കാൻ വന്നിരിക്കുന്നു. എന്താ? ഇല്ല, ഒരിക്കലുമില്ല. നാം നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ദൈവമേ, എന്തു പറ്റി ഇദ്ദേഹത്തിന്റെ ബുദ്ധിക്ക്? നോക്കിക്കേ, എന്തുമാത്രം വാശി കാണിക്കുകയാണെന്ന്. ഇതെല്ലാം ഇയാൾ കാരണമാണ് സംഭവിക്കുന്നത്.
എന്റെ 67 വയസ്സിനിടയ്ക്ക് പേശ്വകൾക്ക് ഇത്രയും അപമാനം സംഭവിക്കുന്നത് കണ്ടിട്ടില്ല. അതാണെങ്കിലോ ഒരു സാധാരണ ജോലിക്കാരന്റെ അഹങ്കാരിയായ മകൾക്ക് വേണ്ടി നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇതുവരെ ഇവളുടെ പ്രവൃത്തികൾ ബിഥുറിലും ശ്രീമൻ സർക്കാരിന്റെ രാജസദസ്സിൽ ഒതുങ്ങി നിന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ പാരമ്പര്യം അപമാനിക്കപ്പെടാൻ പോവുകയാണ്. ഇവർ നമ്മെ നശിപ്പിച്ചേ അടങ്ങുകയുള്ളൂ സാഹുബായ്. വിഘ്നേശ്വര, ഞാനതിന് എന്താണ് ചെയ്തത്? ഭഗവാനെ, ഞാൻ ഈ വെള്ളക്കാരെയെല്ലാം അവരുടെ കളിയിലാണ് തോൽപ്പിച്ചത്. ദാഹിച്ചവർക്ക് വെള്ളം നൽകി. ഇതൊക്കെ ഒരു അപരാധമാണോ? നോക്കൂ, ഇപ്പൊ വെള്ളക്കാരനെ തടവിലാക്കാൻ വന്നിരിക്കുകയാണ്. മനുചേച്ചി ചേച്ചി ഇവിടുന്ന് ഓടിപ്പയ്ക്കോ. ഇപ്രാവശ്യം അജി സാഹിബ് ചേച്ചി സഹായിക്കില്ല. ആ വെള്ളക്കാരാണെങ്കിൽ ചേച്ചിയെ പിടിച്ച് ജയിലിൽ അടയ്ക്കും. ജയിൽ? മതി, ഇനിയൊന്നും പറയണ്ട. മിസ്റ്റർ വിൽസൺ, ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കിക്കൊള്ളൂ. മറാത്തിയിലെ രക്തത്തിന്റെ ചൂട് ഇനിയും മാറിയിട്ടില്ല. നമ്മുടെ മനു കേവലം മൊറോപ്പന്തിന്റെ മകൾ മാത്രമല്ല, ഈ ബാജിറാവുവിന്റെ വളർത്തുപുത്രിയുമാണ്. നാം അവളെ സ്വന്തം പുത്രിയായി തന്നെയാണ് വളർത്തുന്നത്. വ്യർത്ഥമായ ആരോപണങ്ങൾ നടത്തി നിങ്ങൾക്കെന്നല്ല, കാൺപൂരിൽ നിന്നുമുള്ള മുഴുവൻ ബ്രിട്ടീഷുകാരെയും വിളിക്കൂ. ചാങ്കൂറ്റമുണ്ടെങ്കിൽ അവളെ കൊണ്ടുപോകും. Stop, Wilson. What are you doing? നമുക്ക് നന്നായിട്ടറിയാം നമ്മൾ വെള്ളക്കാർക്ക് മനുവിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന്. അതുപോലെ ഫോർട്ട് വില്യം ഇത് അറിയുകയാണെങ്കിൽ താങ്കൾക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇതെല്ലാം ഞാൻ എന്തിനു ഫേസ് ചെയ്യണം? ഇതുപോലെ തന്നെ this is my jurisdiction. Understand? അതുകൊണ്ട് താങ്കൾ മിണ്ടാതെ നിന്ന് ഈ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ എന്നെ അനുവദിക്കണം. Your Majesty, ഞങ്ങൾ എപ്പോഴും താങ്കളോടൊപ്പമുണ്ടായിരുന്നു. താങ്കളുടെ അഡോപ്റ്റഡ് സണ്ണായ നാനാ സാഹിബിനെ രാജാവായി അനൗൺസ് ചെയ്തപ്പോൾ ആ ഡീലിൽ ഞങ്ങളും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ വിൽസൺ, ആ സമയത്ത് നമ്മെ അങ്ങയുടെ സുഹൃത്തായി തന്നെ കരുതിയിരുന്നു. കൊള്ളാം, ഈ സൗഹൃദം വളരെ നന്നായിട്ടുണ്ട്. Your Majesty, താങ്കൾ ഇങ്ങനെ ഈ രീതിയിലുള്ള പിടിവാശികളാണെങ്കിൽ വലിയ പ്രോബ്ലംസ് നേരിടേണ്ടി വരും. എന്ത് പ്രോബ്ലം? എന്ത്? ഇതിൽ കൂടുതൽ എന്ത് പ്രശ്നങ്ങളാണ് ഇനി ഉണ്ടാകാനുള്ളത്? എപ്പോൾ നോക്കിയാലും ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പെൻഷൻ നിർത്തിക്കളയും, ബിഠൂറിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കും, ഇല്ലെങ്കിൽ സാധാരണക്കാരനെ പോലെ നിങ്ങളുടെ കോടതിയിൽ വിളിച്ചു വരുത്തി അപമാനിച്ചു കളയും. നമ്മുടെ ആകെ സമ്പത്ത്, ഐശ്വര്യം, മാനാഭിമാനം എല്ലാം തട്ടിയെടുത്തില്ലേ നിങ്ങൾ? ഇനി എന്ത് തട്ടിയെടുക്കാനുണ്ട്? Soldiers!
താങ്കൾ ഈ വെള്ളക്കാരോട് പറയൂ, മര്യാദയ്ക്ക് അവരുടെ തോക്കുകൾ താഴെയിടാൻ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഹിന്ദുസ്ഥാനികളുടെ വാളുകൾ. Put your guns down! Your Majesty, ഇവിടെ വച്ച് നമ്മുടെ സോൾജേഴ്സിന് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ വെറുതെ വിടില്ല. ആകട്ടെ, ഞങ്ങളും നോക്കട്ടെ നമ്മുടെ കുട്ടിയെ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകുമെന്ന്. ശ്രീമന്ത് സർക്കാർ, അച്ഛാ, 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 ഞാനതിന് എന്ത് ചെയ്തെന്നാ? മിണ്ടരുത്. ശ്രീമന്ത് സർക്കാർ, ഈ ആളുകൾ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും സത്യമാണ്. മൊറോപന്ത്, എന്തായി പറയുന്നത്? സംഭവിച്ചതെല്ലാം സത്യമാണ്. സത്യമാണ് പറയുന്നത്. ശ്രീമന്ത് സർക്കാർ, അങ്ങ് നൽകിയ സ്നേഹത്തിനും ഉപകാരത്തിനും ഞാൻ എന്നും കടപ്പെട്ടവനായിരിക്കും. എന്റെ ക്ഷണികമായ ഈ ജീവിതം കൊണ്ട് അങ്ങയോടുള്ള കടം എനിക്കൊരിക്കലും വീട്ടുവാനുമാകില്ല. പക്ഷെ മനു ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ അവൾ ചെയ്യുകയില്ലായിരുന്നു. ഇവൾ കാരണം അങ്ങ് വലിയ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇതിന് ഉത്തരവാദി ഞാനാണ് ശ്രീമന്ത് സർക്കാർ. തീർച്ചയായും ഞാൻ നൽകിയ അറിവിൽ കുറവുണ്ടായിരുന്നിരിക്കണം. എനിക്കറിയില്ല സർക്കാർ. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഭീകരതയ്ക്കെതിരെ പ്രവർത്തിക്കാനുള്ള ധൈര്യം ഇവളിൽ എങ്ങനെ വന്നുവെന്ന് എനിക്കറിയില്ല. ഇവളുടെ അറിവില്ലായ്മ കാരണമാണ് ഇവരുടെ മുന്നിൽ ഇദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചത്. പക്ഷേ ശ്രീമന്ത് സർക്കാർ, ഇവളുടെ പ്രവൃത്തിയുടെ ഫലം താങ്കൾ എന്തിനു അനുഭവിക്കണം? ആ കർമ്മഫലം ഇവളാണ് അനുഭവിക്കേണ്ടത്. വിൽസൺ സാർ, കൊണ്ടുപോയിക്കോളൂ ഇവിടെ. ഇല്ല, ഇവളെ ആരും കൊണ്ടുപോകില്ല. Your Majesty, don't worry. മനുഭായിൽ ചുമത്തിയ ചാർജസ് തെറ്റാണെന്ന് തെളിഞ്ഞാൽ, ഗിൽറ്റി അല്ല എന്ന് മനസ്സിലായാൽ, then she will be back at your palace. നമ്മൾ സ്വയം എത്തിക്കും ഇവിടെ. Yes, Your Majesty, ഞങ്ങളെ വിശ്വസിച്ചാലും. ഇല്ല അച്ഛാ, നമുക്ക് ഈ അഹങ്കാരികളായ വെള്ളക്കാരിൽ വിശ്വാസമില്ല. Bloody. What the hell? ഇത് ഞങ്ങളുടെ ഭാവിയിലെ പേഷ്വയാണ് ശ്രീമന്ത് സർക്കാർ. ഇദ്ദേഹത്തിനെതിരായി ഒരു അപശബ്ദമുണ്ടാക്കിയാൽ
ഇവിടെ തന്നെ കൊന്നു കുഴിച്ചു മൂടും നിന്നെ ഞാൻ. ആരാണ് നീ? താത്തയാ ടോപ്പേ. എന്റെ മുഖത്തേക്കൊന്ന് നന്നായി നോക്ക. നിങ്ങൾ വെള്ളക്കാർക്ക് എന്റെ ഈ മുഖം വർഷങ്ങളോളം മറക്കാൻ സാധിക്കില്ല. എന്റെ മുഖത്തേക്കൊന്ന് നന്നായി നോക്ക. നിങ്ങൾ വെള്ളക്കാർക്ക് എന്റെ ഈ മുഖം വർഷങ്ങളോളം മറക്കാൻ സാധിക്കില്ല. വർഷങ്ങളോളം. ശ്രീമന്ത് സർക്കാർ, ഒരുപക്ഷെ ഈ വെള്ളക്കാർ നമ്മുടെ മനുവിനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെയാകട്ടെ. അതാണ് നമുക്ക് ഉചിതം. ഇല്ല ഇല്ല. ശ്രീമന്ത് സർക്കാർ, ഞാൻ ആദ്യമായി അങ്ങയുടെ ആജ്ഞ ലംഘിക്കുകയാണ്. വിൽസൺ സാഹിബ്, കൊണ്ടുപോയിക്കോളൂ ഇവിടെ. അച്ഛാ, അങ്ങനെ എന്നെ ഇവരെ ഏൽപ്പിക്കാണോ? ഞാനതിന് എന്താണ് ചെയ്തത്? അച്ഛാ, 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 മുത്തശ്ശ, മുത്തശ്ശ, അച്ഛാ, അച്ഛാ, വിട്, അച്ഛാ, മുത്തശ്ശ. നിൽക്കൂ ശ്രീമന്ത് സാഹിബ്. സ്വർണം തീയിലുരുകിയാണ് തങ്കമാകുന്നത്. കൊണ്ടുപോകാൻ അനുവദിക്കൂ അവളെ. മുത്തശ്ശ, മുത്തശ്ശ, മുത്തശ്ശ. മനു, ചെറിച്ച ചെറിച്ച ചെറിച്ച